നമസ്കാരം. പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ വിശദമായി. മലപ്പുറം തേഞ്ഞിപ്പലത്ത് തീപിടുത്തം. തേഞ്ഞിപ്പലം പഞ്ചായത്തിന്റെ മാലിന്യ സംഭരണ കേന്ദ്രത്തിലാണ് പുലർച്ചെ 2:30 തീപിടുത്തമുണ്ടായത്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സമീർ, ഈ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ അർദ്ധരാത്രി ഉണ്ടായതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് ശ്രദ്ധയിൽപ്പെട്ടത്? നിലവിൽ തീപിടുത്തം നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ്. പക്ഷേ പൂർണ്ണമായും തീ അണക്കാനായിട്ടുമില്ല എന്നുള്ളതാണ്. പുലർച്ചെ രാത്രി 2:30 കൂടിയാണ് ഈ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. ആദ്യം ഇവിടെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയാണ് ഉണ്ടായത്. താനൂർ ഒപ്പം തന്നെ കോഴിക്കോട് ഫയർ സ്റ്റേഷനുകളിൽ നിന്നായി 3 യൂണിറ്റ് ഫയർ എഞ്ചിനുകൾ എത്തിയാണ് നിലവിൽ തീ അണച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. 10 ടണ്ണോളം മാലിന്യമാണ് ഇവിടെ സംഭരിച്ചു വെച്ചിരുന്നത്. ഇവയെല്ലാം തന്നെ കത്തി നശിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു വിവരം. നിലവിൽ ഈ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നതിന് സമീപത്ത് നിലവിൽ ആൾതാമസമോ അല്ലെങ്കിൽ മറ്റു കെട്ടിടമോ ഇല്ല എന്നുള്ളതാണ് ആശ്വാസകരം. ശരി, സമീർ ബിൻ കരീം തിരൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് താമരശ്ശേരിയിൽ പഴയ ബസ് സ്റ്റാൻഡിലെ കടകൾക്ക് തീപിടിച്ചു. 3 കടകൾ പൂർണ്ണമായും കത്തിനശിച്ചു. അഗ്നിരക്ഷാസേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. അഭിജിത്ത്, എങ്ങനെയാണ് ഈ തീപിടുത്തമുണ്ടായത്? ശ്രീലക്ഷ്മി, ഇന്നലെ രാത്രി 12:30 തീപിടുത്തം ഉണ്ടാകുന്നത്. താമരശ്ശേരി പഴയ സ്റ്റാൻഡിന് സമീപത്തെ കടകളിൽ തീ പടരുകയായിരുന്നു. അതിനുശേഷം ഈ ഓട്ടോ തൊഴിലാളികളാണ് തീ പടരുന്നത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. അവർ ഉടൻ തന്നെ മുക്കം ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് മുക്കം ഫയർഫോഴ്സ് എത്തി 2 മണിക്കൂർ നീണ്ട കഠിന പ്രയത്നത്തിനൊടുവിലാണ് തീ അണച്ചത്. പക്ഷേ 3 കടകൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. 2 ബേക്കറികളും ഒരു സ്റ്റേഷനറിയുമാണ് കത്തി നശിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം എന്നുള്ളതാണ് നിലവിലെ നിഗമനം. ശ്രീലക്ഷ്മി. ശരി, അഭിജിത്ത്. സംസ്ഥാനത്ത് 9 ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ചോദ്യം ചെയ്യലിലേക്ക് ED ഇന്ന് കടന്നേക്കും. പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം മറ്റു പ്രതികൾക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. ED കസ്റ്റഡിയിൽ വിട്ട റോസവന്യൂ കോടതി ഉത്തരവിനെതിരെ കെജ്രിവാൾ നൽകിയ ഹർജി ബുധനാഴ്ച മാത്രമേ ഡൽഹി ഹൈക്കോടതി പരിഗണിക്കൂ. കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. ചൊവ്വാഴ്ച പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ചിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മോസ്കോയിലെ ഭീകരാക്രമണത്തിൽ യുക്രൈന് പങ്കുണ്ടെന്ന ആരോപണം തള്ളി US. ഉത്തരവാദിത്തം ISന് മാത്രമെന്ന വൈറ്റ് ഹൌസ്. രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭീകരാക്രമണ സാധ്യത നേരത്തെ തന്നെ റഷ്യയെ അറിയിച്ചിരുന്നതായും US അവകാശപ്പെട്ടു. യുക്രൈന് മേൽ കുറ്റം കെട്ടിവെക്കാൻ വ്ളാഡിമിർ പുടിൻ ശ്രമിക്കുകയാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പ്രതികരിച്ചു. ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത 4 പേർ ഉൾപ്പെടെ 11 പേർ ഇന്നലെ പിടിയിലായി. യുക്രൈൻ അതിർത്തിയിൽ നിന്നാണ് പ്രതികൾ പിടിയിലായതെന്നാണ് റഷ്യ അറിയിക്കുന്നത്. പ്രതികളുടെ വീഡിയോ പുറത്തുവിട്ടു. ആക്രമണത്തിൽ മരണസംഖ്യ 133 റഷ്യയിൽ ഇന്ന് ദുഃഖാചരണം. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ലോകമെങ്ങും ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ, കുരുത്തോലകളുമായി വിശ്വാസി സമൂഹം പ്രത്യേക പ്രദക്ഷിണം നടത്തും. ക്രിസ്തുദേവന്റെ ജെറുസലേം പ്രവേശനത്തെ ജനങ്ങൾ രാജകീയമായി വരവേറ്റതിന്റെ ഓർമ്മ പുതുക്കലാണ് ഓശാന ഞായർ. AV ജയശങ്കർ ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ജയശങ്കർ, ഇപ്പോൾ നിൽക്കുന്നത് ഏത് സ്ഥലത്താണ്? അവിടെ ഇന്ന് എന്തൊക്കെ പ്രത്യേക പ്രാർത്ഥനകളാണുള്ളത്? വിശ്വാസികൾ എത്രത്തോളം പള്ളികളിലൊക്കെ എത്തിയിട്ടുണ്ട് ജയശങ്കർ ഇപ്പോൾ? AV ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. ജയശങ്കർ ഇപ്പോൾ നിൽക്കുന്നത് ഏത് ദേവാലയത്തിലാണ്? അവിടെ എന്തൊക്കെ തരത്തിലുള്ള പ്രാർത്ഥനകളാണ് ഇപ്പോൾ നടക്കുന്നത്? എത്രത്തോളം വിശ്വാസികൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ? ശ്രീലക്ഷ്മി, ഇവിടെ തിരുകർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും പുറത്തേക്ക് ആളുകൾ ഇത് ഓർമ്മിച്ചുകൊണ്ട് പള്ളിയുടെ പുറത്തേക്ക് പ്രദക്ഷിണമായി പോവുക. ഫാദർ തോമസ് നെറ്റോ ആണ് ഈ ചടങ്ങുകൾക്കെല്ലാം കാർമ്മികത്വം വഹിക്കുന്നത്. 7 മണിയോടെ ശശി തരൂർ MPയും പള്ളിയിലേക്ക് എത്തും. എന്തായാലും നിരവധി വിശ്വാസികളാണ് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളെല്ലാം കാണാം. കാരണം ഒരു പാവന പീഡയുടെ ഓർമ്മ പുതുക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
നിരവധി വിശ്വാസികളാണ് പള്ളിയിൽ എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ശശി തരൂർ MP വിശ്വാസികൾക്കൊപ്പം ഈ ചടങ്ങിന്റെ ഭാഗമാകും. നിരവധി വിശ്വാസികളാണ് ഈ പള്ളിയിൽ എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു ദേവാലയം കൂടിയാണ് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ. എല്ലാ വർഷവും വിപുലമായിട്ടുള്ള ആഘോഷങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കാറുള്ളത്. ശ്രീലക്ഷ്മി. ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുകയാണ്. ദേവാലയങ്ങളിലൊക്കെ പ്രത്യേക ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. കുരുത്തോലകളുമായി വിശ്വാസി സമൂഹം ഇന്ന് പ്രത്യേക പ്രദക്ഷിണം നടത്തും. വിവിധ ദേവാലയങ്ങളിൽ വിവിധ തരത്തിലുള്ള ചടങ്ങുകൾ, പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ട്. AV ജയശങ്കർ ഇപ്പോൾ പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വിശ്വാസികൾ ഇപ്പോൾ ദേവാലയങ്ങളിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. in association with Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. രണ്ടാം ഘട്ടത്തിലേക്ക് കടന്ന കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് ചോദിച്ചും കൺവെൻഷനുകൾ സംഘടിപ്പിച്ചുമാണ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ തന്നെ പൂർത്തിയാക്കിയതുകൊണ്ട് കോട്ടയത്ത് 3 മുന്നണികളും രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് കടന്നു. ആദ്യഘട്ടത്തിൽ പ്രമുഖരെ കണ്ട് പിന്തുണ തേടിയ സ്ഥാനാർത്ഥികൾ രണ്ടാം ഘട്ടത്തിൽ വോട്ടർമാരോട് നേരിട്ട് വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ്. ശക്തി കേന്ദ്രങ്ങളായ നിയോജക മണ്ഡലങ്ങളിൽ വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്. മണ്ഡലം കൺവെൻഷനുകളും ആരംഭിച്ചു. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ മതേതരത്വ പാരമ്പര്യം അത് നിലനിർത്താനുള്ള ഈ തെരഞ്ഞെടുപ്പ്, താൽക്കാലികമായി നഷ്ടപ്പെട്ട ഈ പാർലമെന്റ് മണ്ഡലം അത് തിരികെ പിടിക്കേണ്ടതായിട്ടുണ്ട്. മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും ആദ്യഘട്ടത്തിൽ തന്നെ ഓടിയെത്താൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി. പൊതുസമ്മേളനങ്ങളും റോഡ് ഷോയും നടത്തിയാണ് തോമസ് ചാഴികാടന്റെ രണ്ടാം ഘട്ട പ്രചാരണം. MP ഫണ്ട് 100% വിനിയോഗിക്കാൻ കഴിഞ്ഞു. ഇന്നലെ മീഡിയയിലൊക്കെ വന്നപ്പോൾ 2 ലക്ഷം രൂപ ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ എൻ്റെ പോർട്ടല് നോക്കിയപ്പോൾ അക്കൗണ്ടിൽ ബാലൻസ് 0. 100% എന്ന് പറഞ്ഞാൽ 100% ചെലവഴിച്ച ദിവസമായിരുന്നു. ആരാധനാലയങ്ങളടക്കം സന്ദർശിച്ചാണ് NDA സ്ഥാനാർത്ഥിയുടെ പ്രചരണം തുടരുന്നത്. വോട്ടർമാരെ നേരിട്ട് കാണുന്ന തിരക്കിലേക്ക് തുഷാർ വെള്ളാപ്പള്ളിയും കടന്നു. NDA കൺവെൻഷനുകൾക്ക് ഇന്ന് തുടക്കമാകും. 24 കോട്ടയം. സംസ്ഥാനത്തെ സ്റ്റാർ മണ്ഡലമായ വയനാട്ടിൽ ഇനിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ BJP. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നേരത്തെ തുടങ്ങിയെന്നാണ് നേതൃത്വത്തിന്റെ അവകാശവാദം. വയനാട്ടിലേതുൾപ്പെടെ സംസ്ഥാനത്തെ 4 മണ്ഡലങ്ങളിലാണ് ഇനി BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. മൂന്നാം ഘട്ട പട്ടികയിലും ആ പേര് കണ്ടില്ല. BDJSൽ നിന്ന് സീറ്റ് ഏറ്റെടുത്ത BJPയുടെ സ്ഥാനാർത്ഥി ആരാകും? ദേശീയ രാഷ്ട്രീയത്തിലെ പ്രതിപക്ഷ നിരയിലെ പ്രധാന നേതാക്കളായ രാഹുൽ ഗാന്ധിയും ആനി രാജയും മാറ്റുരയ്ക്കുന്നുവെന്ന സവിശേഷതയാണ് ഇക്കുറി വയനാട് മണ്ഡലത്തിനുള്ളത്. ഇതിലേക്ക് ദേശീയ നേതൃനിരയിലെ ആരെങ്കിലും BJP സ്ഥാനാർത്ഥിയായി എത്തുമോ? AP അബ്ദുള്ളക്കുട്ടി, സന്ദീപ് വാര്യർ, CK ജാനു തുടങ്ങിയ പേരുകളിൽ ചർച്ച തുടരുകയാണ്. ചിലപ്പോൾ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി എത്തിയേക്കാം. എന്തായാലും കഴിഞ്ഞ ദിവസം വരെ അടഞ്ഞുകിടന്നിരുന്ന പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് കൽപ്പറ്റയിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ NDA സംവിധാനം സജ്ജമെന്ന് നേതാക്കൾ. നേതൃയോഗങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഞങ്ങൾ സംഘടനാപരമായിട്ട് ഞങ്ങളുടെ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞു. പഞ്ചായത്ത് ബൂത്ത് തലങ്ങളിലേക്ക് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സംഘടനാപരമായിട്ട് പ്രചരണ പരിപാടികളിലാണെങ്കിൽ ഞങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ റെഡിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BDJSലെ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഇവിടെ കിട്ടിയത് 78,816 വോട്ടുകളാണ്. 7.25% മാത്രം. 2014 BJP മത്സരിക്കുമ്പോൾ 80,752 വോട്ടുകളായിരുന്നു. വോട്ട് വിഹിതം ഉയർത്തുക എന്ന ലക്ഷ്യവുമായാണ് BJP സീറ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. NDAയുടെ സഖ്യകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് നുസ്രത് ജഹാൻ
ആദിവാസി നേതാവ് പ്രസീത അഴീക്കോട് തുടങ്ങിയവർ ഇക്കുറി മണ്ഡലത്തിൽ മത്സരരംഗത്തുണ്ട്. വയനാടിനെ കൂടാതെ കൊല്ലം, എറണാകുളം, ആലത്തൂർ മണ്ഡലങ്ങളിലാണ് BJP ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടത്. അത് വൈകില്ലെന്നാണ് സൂചന. 24 വയനാട്. പശ്ചിമബംഗാളിൽ 4 ലോക്സഭാ സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച CPIM. പാർട്ടി സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം മുർഷിദാബാദിൽ മത്സരിക്കും. റാണാഘട്ടിൽ അൽകേഷ് ദാസ്, ബർധമാൻ ദുർഗാപൂരിൽ സുകൃതി ഘോഷ്, ബോൽപൂരിൽ ശ്യാമലി പ്രധാൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ഇടതുമുന്നണി നേരത്തെ 16 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ 13 CPIM ആണ് മത്സരിക്കുന്നത്. കൊല്ലത്ത് ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പദ്ധതി 8ാം വർഷത്തിലേക്ക്. പൊതിച്ചോർ ട്രോളുകൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കും ഇട നൽകുമ്പോഴും മുടങ്ങാതെ പദ്ധതി നടത്താനുള്ള തിരക്കിലാണ് പ്രവർത്തകർ. വയറെരിയുന്നവരുടെ മിടി നിറയാതിരിക്കാനാണ് ഡിവൈഎഫ്ഐ കഴിഞ്ഞ 8 വർഷമായി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ സ്നേഹത്തിന്റെ പൊതിച്ചോർ വിതരണം ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 12:30 രോഗികളും കൂട്ടിരിപ്പുകാരും പൊതിച്ചോറുമായി എത്തുന്ന ഡിവൈഎഫ്ഐയുടെ സ്നേഹവണ്ടിക്കായി കാത്തുനിൽപ്പ് തുടങ്ങും. ദിനംപ്രതി 500 പൊതിച്ചോർ വിതരണം ലക്ഷ്യമിട്ട് തുടങ്ങിയ പദ്ധതി ആവശ്യക്കാർ ഏറിയതോടെ ആയിരങ്ങൾ കടന്നു. 7 വർഷത്തിനിടയിൽ 54 ലക്ഷത്തിലധികം പൊതിച്ചോർ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ മാത്രം വിതരണം ചെയ്തു. ഏത് പ്രതിസന്ധി ഉണ്ടായാലും പൊതിച്ചോറുമായി ഡിവൈഎഫ്ഐയുടെ കൊടികെട്ടിയ വണ്ടിയെത്തുമെന്ന് കാത്തു നിൽക്കുന്നവർക്ക് ഉറപ്പാണ്. പൊതിച്ചോറിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന തിരഞ്ഞെടുപ്പ് കാലത്തും ഒരു ദിനം പോലും മുടങ്ങാതെ വിശപ്പകറ്റുന്നുണ്ട് ഡിവൈഎഫ്ഐ. ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്ന എനിക്ക് തോന്നുന്നു ഡിവൈഎഫ്ഐയുടെ ഈ സുമനസ് വേറെ ഇന്ത്യ മഹാരാജ്യത്ത് ആരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത. പല സന്ദർഭങ്ങളിലും ഞാനിവിടെ ഇതിൻ്റെ തുടക്കം ഞാൻ ചെയ്തിട്ടുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റികൾ ശേഖരിക്കുന്ന പൊതിച്ചോറ് ഉച്ചയോടെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് വിതരണം ചെയ്യുന്നത്. കൊല്ലം ജില്ലയിൽ തന്നെ 5 ഹോസ്പിറ്റലുകളാണ് ഇപ്പോൾ നിലവിൽ ഡിവൈഎഫ്ഐ പൊതിച്ചോറ് നൽകുന്നത്. ഇതൊരു മാതൃകാ പ്രവർത്തനമായി കേരളമാകെയല്ല രാജ്യമാകെയും ലോകമാകെയും അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ തന്നെ ഡിവൈഎഫ്ഐ നടത്തുന്ന ഈ മാതൃകാ സന്നദ്ധ പ്രവർത്തനത്തെ അംഗീകരിക്കുകയും അത് ലോകത്തിന്റെ മുമ്പിലേക്ക് അവർ കാട്ടി നൽകുകയും ചെയ്തു. പാലിയേറ്റീവ് കെയർ രംഗത്ത് കൂടുതൽ യുവാക്കളെ എത്തിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ അടുത്ത ലക്ഷ്യം. അരുൺ രാജ്, 24 കൊല്ലം. 62-ാം വയസ്സിൽ വേമ്പനാട്ടുകായൽ നീന്തിക്കടന്ന തൃശൂർ സ്വദേശിനി ഡോക്ടർ കുഞ്ഞമ്മ മാത്യൂസ് 1 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് 7 കിലോമീറ്റർ ദൂരമാണ് നീന്തിക്കയറിയത്. മനഃശാസ്ത്രത്തിൽ ഡോക്ടറേറ്റുള്ള കുഞ്ഞമ്മ മാത്യൂസിന് വേമ്പനാട്ടുകായൽ നീന്തി കീഴടക്കണമെന്ന് വലിയ മോഹമുണ്ടായിരുന്നു. ചില സ്കൂൾ വിദ്യാർത്ഥികൾ കൈകാലുകൾ ബന്ധിച്ച് നീന്തി റെക്കോർഡിട്ടതറിഞ്ഞതോടെ കുഞ്ഞമ്മ മാത്യൂസും ആ തീരുമാനമെടുത്തു. അങ്ങനെ ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിലെത്തി പരിശീലനം ആരംഭിച്ചു. ഒടുവിൽ ആ ലക്ഷ്യം അവർ കീഴടക്കി. ആലപ്പുഴ പള്ളിപ്പുറം അമ്പലക്കടവിൽ നിന്നും വൈക്കം കായലോര ബീച്ച് വരെയുള്ള 7 കിലോമീറ്റർ ദൂരം 1 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് കുഞ്ഞമ്മ മാത്യൂസ് നീന്തിക്കയറി. വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ നീന്തൽ പഠിച്ചിട്ടുണ്ട്. എനിക്ക് നീന്തലിനോട് വളരെ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നീട് റിട്ടയർ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എക്സസൈസിന് വേണ്ടി ഇങ്ങനെ പോകാൻ തുടങ്ങി. അപ്പോൾ ഈ താല്പര്യം കാരണം ഇങ്ങനെ ന്യൂസിലും മറ്റേ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ വേമ്പനാട്ടുകായൽ ക്രോസ് ചെയ്യിച്ച് കുട്ടികളെ ക്രോസ് ചെയ്യിക്കുന്നുണ്ടെന്ന് ഉള്ള ന്യൂസുകൾ കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി. എനിക്ക് നീന്തുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആ മേഖലയിൽ ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. നിഷ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലാണ് കുഞ്ഞമ്മ മാത്യൂസിനെ വരവേറ്റത്. അനുമോദിക്കാൻ നിരവധി പേരെത്തി. സ്ത്രീകൾക്ക് തന്നെ ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. എനിക്ക് തന്നെ ഒരു അഭിമാനം തോന്നി മാം നീന്തി ഇങ്ങനെ വരുന്ന കണ്ടപ്പോഴത്തേക്കിനും. ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. 3.5 മാസം മൂവാറ്റുപുഴയാറിലായിരുന്നു നീന്തൽ പരിശീലനം. ബിജു തങ്കപ്പന്റെ ശിക്ഷണത്തിലാണ് കുഞ്ഞമ്മ മാത്യൂസ് നീന്തൽ പരിശീലിച്ചത്. 24 കോട്ടയം. പുണ്യങ്ങളുടെ പൂക്കാലം. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്.
കടൽ കടന്നെത്തിയ വ്യത്യസ്തമായ ഒരു നോമ്പുതുറ വിഭവത്തെക്കുറിച്ചാണ് ഇനി. കോഴിക്കോട് എലത്തൂരുകാരുടെ മനസ്സ് കീഴടക്കിയ കോഴിക്കഞ്ഞി. നോമ്പുതുറ വിഭവങ്ങൾ പലതുണ്ട് മലബാറിൽ. പക്ഷേ കോഴിക്കോടിന്റെ കോഴിക്കഞ്ഞി അതിന് ഒരു പ്രത്യേക രുചിയാണ്. കടൽ കടന്ന് എലത്തൂരിലെത്തിയതാണ് കോഴിക്കഞ്ഞി. നാട്ടുകാർക്കിത് ബർമ്മക്കഞ്ഞിയാണ്. ആ പേരിന് പിന്നിലൊരു ചരിത്രമുണ്ട്. ഉപ്പ ബർമയിലായിരുന്നു. അവിടെ ജോലി ആവശ്യാർത്ഥം പോയതാണ്. അന്ന് അങ്ങോട്ടാണ് പോവുക. അങ്ങനെ അവിടെ നിന്ന് ബർമയിൽ അവിടെ ജോലി ചെയ്തപ്പോൾ അവിടെ കൊടുത്തുകൊണ്ടിരുന്നതാണ് കഞ്ഞി, കോഴിക്കഞ്ഞി. അപ്പോൾ ബർമയിൽ നിന്ന് ഇങ്ങോട്ട് അവിടെ നാഷണലൈസേഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്ന്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കെയർ ഓഫിൽ കഞ്ഞി ഇവിടെ എത്തിയതിനെ കൊണ്ട് ബർമ്മക്കഞ്ഞി എന്ന് ഇവിടുന്ന് പറയാൻ തുടങ്ങി. കോഴിക്കഞ്ഞിയാണ് ഉദ്ദേശിച്ചത്. ഒരു പകൽ നീളുന്നതാണ് പാചകം. രാവിലെ ഒരു 9 മണിക്ക് ഇത് പാചകം തുടങ്ങും. ഒരു 3:30 മണിയാകുമ്പോഴേക്കാണ് ഇത് കഴിയുക. അതിൻ്റെ ഇടയ്ക്ക് അതിലുള്ള 10-23 സാധനങ്ങൾ, ഔഷധക്കൂട്ടങ്ങൾ അതിൽ ചേർക്കും. അതിൽ പച്ചരി കൊണ്ട് അത് ഉണ്ടാക്കണത്. അതിൽ പിന്നെ നല്ല ജീരകം, വലിയ ജീരകം, ഉലുവ, കടലപ്പരിപ്പ്, തേങ്ങ, കോഴി, ഇഞ്ചി, വെള്ളുള്ളി, വലിയ ഉള്ളി, അങ്ങനെ തുടങ്ങി 23 സാധനങ്ങളോളം ഇതിൽ ചേരുന്നുണ്ട്. അപ്പോൾ ഈ പാകപ്പെടുത്തുന്നതിൻ്റെ സമയത്തിൻ്റെ ഉള്ളിൽ എല്ലാം ഇതിൽ ചേർത്തിട്ട് അവസാനം നെയ്യ് കൊണ്ട് തൂമിച്ചിട്ട് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുക ചെയ്യുക. കോഴിക്കഞ്ഞി ഇല്ലാതെ എലത്തൂരുകാർക്ക് നോമ്പ് തുറയില്ല. എല്ലാവർക്കും ഇത് ഫ്രീയാണ്. ചായ ഒന്നും വേണ്ട, കഞ്ഞിയാണ് എല്ലാവരും കുടിക്കല്. നമ്മളൊക്കെ ഇത് കഞ്ഞിയാണ്. നോമ്പിന് ക്ഷീണം ഉണ്ടാവില്ല കഞ്ഞി കുടിച്ചാൽ. പിതാവ് ആരംഭിച്ച കോഴിക്കഞ്ഞി വിതരണം അരനൂറ്റാണ്ടിനിപ്പുറവും മുടക്കമില്ലാതെ തുടരുകയാണ് AP അബ്ദുൽ ഖാദർ ഹാജി. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. IPL വിശേഷങ്ങളിലേക്ക്. IPL-ൽ വിജയത്തുടക്കമിട്ട മുൻ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തം തട്ടകത്തിൽ നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 4 റൺസിന് പരാജയപ്പെടുത്തിയാണ് കൊൽക്കത്ത ജയം ആഘോഷിച്ചത്. 64 റൺസെടുത്ത ആന്ത്രേ റസലാണ് കളിയിലെ താരം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്ത നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 208 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഹൈദരാബാദിന്റെ ഇന്നിംഗ്സ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 204 റൺസിൽ അവസാനിക്കുകയായിരുന്നു. 3 വിക്കറ്റ് എടുത്ത നടരാജനാണ് ഹൈദരാബാദിനെ പിടിച്ചുകെട്ടിയത്. ഹെൻറിച്ച് ക്ലാസൻ അർദ്ധ സെഞ്ചുറി നേടി. സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഫൈനൽ ലക്ഷ്യമിട്ട ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് ഇന്നിറങ്ങും. ചൈനീസ് തായ്പേയ് താരം ലിൻ ചുൻ ഷിയാണ് കിഡംബിയുടെ എതിരാളി. ക്വാർട്ടറിൽ ഗംഭീര ജയം സ്വന്തമാക്കിയ കിഡംബി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 16 മാസങ്ങൾക്ക് ശേഷമാണ് കിഡംബി സെമി ഫൈനൽ പോരാട്ടത്തിനിറങ്ങുന്നതെന്ന പ്രത്യേകതയും ഈ മത്സരത്തിനുണ്ട്. 2022 നവംബറിൽ നടന്ന ഹൈലോ ഓപ്പണിലാണ് താരം അവസാനമായി സെമി ഫൈനലിൽ കളിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. മരുഭൂമിയിലെ ആട്ടിടയന്മാർക്ക് ഇഫ്താർ വിരുന്നൊരുക്കി ഗൾഫ് മലയാളി ഫെഡറേഷൻ. റിയാദിലെ ജനതരിയ മരുഭൂമിയിലാണ് കഴിഞ്ഞ ദിവസം ഇഫ്താർ വിരുന്നൊരുക്കിയത്. അധികമാരും എത്തിച്ചേരാത്ത മരുഭൂമിയുടെ വന്യതയിൽ ആടുകളെയും ഒട്ടകങ്ങളെയും മേച്ചു കഴിയുന്ന ഇടയന്മാർക്ക് കാരുണ്യത്തിൽ പൊതിഞ്ഞ വിഭവസമൃദ്ധമായ ഭക്ഷണപ്പൊതികളുമായാണ് GMF പ്രവർത്തകർ എത്തിയത്. വർഷങ്ങളായി മരുഭൂമിയിൽ ആടുകളുമായും ഒട്ടകങ്ങളുമായും മാത്രം ജീവിതം ഇഴകിച്ചേർന്നിരിക്കുന്ന ഇവർക്ക് പ്രത്യാശയുടെ കിരണങ്ങൾ വിതറുന്നതായിരുന്നു ഈ സ്നേഹവിരുന്ന്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഗൾഫ് മലയാളി ഫെഡറേഷൻ പ്രവർത്തകരായ 100ഓളം പേരാണ് ഇവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത്. ഇന്ത്യ, സുഡാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, യമൻ മുതലായ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 50ഓളം ഇടയന്മാർ സ്നേഹത്തിൻ്റെ രുചി നുകർന്നുകൊണ്ട് വിരുന്നിൽ പങ്കെടുത്തു. റിയാദിലെ സാമൂഹിക സാംസ്കാരിക മാധ്യമ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കൂടാതെ ഇന്ത്യൻ എംബസി പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. Malayali Federation, I am very thankful that they have inviting me with my family, and it's a very good event, and it looks very amazing that to be the part here. Yeah, Saudi Arabia in Riyadh. Thank you. മരുഭൂമി ചുട്ടുപഴുക്കുമ്പോഴും തണുപ്പിൽ വിറങ്ങിച്ചു നിൽക്കുമ്പോഴും തണുത്തു മരവിച്ച മനസ്സുമായി ഇവിടെ ജീവിതം തള്ളി നിൽക്കുന്ന ഇവർക്ക് കാരുണ്യത്തിൻ്റെ നിറഹസ്തങ്ങൾ നീട്ടിയ ആത്മനിർവൃതിയിലാണ് GMFൻ്റെ ഓരോ പ്രവർത്തകരും മടങ്ങിയത്. ഇസ്മായിൽ പയ്യോളി,
24 റിയാദ്. ജിദ്ദയിൽ KMCC മെഗാ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. 2000-ഓളം പേരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. പ്രമുഖ പ്രഭാഷകൻ റാഷിദ് ഗസാലി റംദാൻ സന്ദേശം നൽകി. 2000-ഓളം പേരാണ് ജിദ്ദ KMCC സംഘടിപ്പിച്ച മെഗാ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തത്. KMCC പ്രവർത്തകർക്ക് പുറമെ ജിദ്ദയിലെ വിവിധ സംഘടനാ പ്രതിനിധികളും വ്യവസായ മാധ്യമ രംഗത്തെ പ്രമുഖരും ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. പ്രമുഖ വാഗ്മി റാഷിദ് ഗസാലി റമദാൻ സന്ദേശം നൽകി. വിവിധ തലങ്ങളിലുള്ളവർക്ക് ഒരുമിച്ചിരിക്കാനും സൗഹൃദം പങ്കിടാനുമുള്ള വേദിയാണ് ഇഫ്താർ സംഗമങ്ങളെന്ന് റാഷിദ് ഗസാലി പറഞ്ഞു. അങ്ങേയറ്റം അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും പുതിയ കാലത്ത് ഒന്നിച്ചിരിക്കാനും ഒന്നിച്ചിടപഴകാനും ആളുകൾക്ക് ഇടമുണ്ടാകുന്നു, ഒന്നിച്ച് സ്നേഹം പങ്കുവെക്കാൻ അവസരം ഉണ്ടാകുന്നു. പരിശുദ്ധമായ റമദാനിൽ ആ അർത്ഥത്തിലുള്ള ഒരു സാമൂഹികമായ ഒരു വീണ്ടെടുപ്പിന്റെ ഒരു വേദിയായി ഇഫ്താർ സംഗമം മാറുന്നത് നേരിൽ കാണാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യമുണ്ട്. പുതിയ കാലത്ത് മനുഷ്യർക്കെല്ലാം ഈ അർത്ഥത്തിലുള്ള വലിയ സ്നേഹത്തിന്റെയും മാനവികതയുടെയും സന്ദേശം പകർന്നു നൽകാൻ പറ്റുന്ന ഇതുപോലെയുള്ള സംഗമങ്ങൾ വളരെ അനിവാര്യമാണ്. KMCC സൗദി നാഷണൽ കമ്മിറ്റിയുടെ മുഖ്യ രക്ഷാധികാരി KP മുഹമ്മദ് കുട്ടി സംസാരിച്ചു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടർമാരെ നാട്ടിലെത്തിക്കാൻ ജിദ്ദ KMCC ഒരുക്കുന്ന വോട്ട് വിമാനത്തിലേക്കുള്ള ആദ്യ ടിക്കറ്റ് KP മുഹമ്മദ് കുട്ടി കൈമാറി. പ്രസിഡന്റ് അബൂബക്കർ അരിമ്പ്രയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ജനറൽ സെക്രട്ടറി VP മുസ്തഫ സ്വാഗതം പറഞ്ഞു. പരിപാടിയിൽ പങ്കെടുത്തവർക്ക് വിശുദ്ധ ഖുർആന്റെ കോപ്പികൾ സമ്മാനമായി വിതരണം ചെയ്തു. ജലീൽ കണമംഗലം, 24 ജിദ്ദ. ഇനി ഇപ്പോൾ കിട്ടിയത്. ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട സൈന്യം നടത്താൻ നിശ്ചയിച്ച സെമിനാർ റദ്ദാക്കി. രാഷ്ട്രീയ പാർട്ടികളുടെ വിമർശനത്തെ തുടർന്നാണ് തീരുമാനം. രാഷ്ട്രീയ മതവിഷയങ്ങളിൽ സൈന്യം ഇടപെടേണ്ടെന്ന് ഒമർ അബ്ദുള്ള. അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നു. 4ാം ഘട്ട പട്ടികയിലും അമേഠിയും റായ്ബറേലിയും ഇല്ല. അമേഠിയിൽ രാഹുൽ ഗാന്ധിയെയും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയെയും മത്സരിപ്പിക്കുന്നതിൽ ചർച്ചകൾ തുടരുന്നു. ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ഇന്ന്. വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ് നടന്നത്. 4 വർഷങ്ങൾക്ക് ശേഷമാണ് JNUവിൽ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി തസ്തികകൾക്ക് പുറമെ 42 കൌൺസിലർമാരെയും ഇന്ന് പ്രഖ്യാപിക്കും. പ്രഭാത വാർത്തകളുടെ സമയം പൂർണ്ണമാവുകയാണ്.